നാടകപ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. ഛായാമുഖി, മഹാസാഗരം തുടങ്ങി പ്രശസ്ത നാടകങ്ങളെ അരങ്ങിലെത്തിച്ച കലാകാരനാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്തായിരുന്നു മരണകാരണം? സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ധനിയ, ഇന്ന് രാവിലെയാണ് പ്രശാന്ത് നാരായണന്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു ദിവസമായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന അവസ്ഥയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വൃക്കരോഗം അലട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടെ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ഇവിടെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരമനയിലേക്കുള്ള വസതിയിലേക്കായിരിക്കും ഭൗതികദേഹം കൊണ്ടുപോവുക. അതിന്റെ അന്തിമമായ തീരുമാനങ്ങൾ ആകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഇവിടെ ഉണ്ട്. സംസ്കാരം സമയം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണിയിൽ 1972 അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായർ, അമ്മ കെ ശാന്തകുമാരി അമ്മ. തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി പുറത്തു വരികയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കലാജീവിതം. പൂർണ്ണമായും നമുക്ക് ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കോളമിസ്റ്റ്, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, നടൻ, നാടകരചയിതാവ്, സംവിധായകൻ, ആട്ടകഥാകൃത്ത് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു. 17-ാം വയസ്സിലാണ് അദ്ദേഹം ഒരു ആട്ടക്കഥ എഴുതുന്നത്. തുടർന്ന് ഇങ്ങോട്ട് നിരവധി കലാ ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരുപാട് നാടകങ്ങൾ, ടാഗോറിന്റെ തപാല ഫീസ്, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്, ഭാസന്റെ ഊരു ഭംഗം തുടങ്ങി നിരവധിയായ നാടകങ്ങൾ അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. നടനായും സംവിധായകനായും എഴുത്തുകാരനുമായും എല്ലാം അദ്ദേഹം സ്റ്റേജിന് അരങ്ങിലും അണിയറയിലുമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. മഹാസാഗരം എന്ന പ്രധാനപ്പെട്ട നാടകം, ചന്ദ്രമുഖി, അത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ നിലയിലെത്തിയും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, നാടക രംഗത്തെ ഇടപെടലുകൾ, നെടുമുടി വേണു, ജഗന്നാഥൻ തുടങ്ങി, കാവാലം തുടങ്ങി ഒട്ടനവധി പ്രതിഭകളുമായി അദ്ദേഹം ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ തലസ്ഥാനത്തെ സംബന്ധിച്ചും തലസ്ഥാനത്തിന്റെ ഒരു സാഹിത്യത്തിന്റെ മുഖം, സാഹിത്യരംഗത്തിന്റെ മുഖമായിരുന്നു അദ്ദേഹം. നിരവധി വേദികളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ നിലയിലെല്ലാം തന്നെ തലസ്ഥാനത്തിന് കൂടി വലിയ വിയോഗമാണ്, തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നന്ദി വിനോദ്.